നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനമായ ഗുരുതരമായൊരവസ്ഥ സംഘപരിവാറിൻ്റെ സമഗ്രാധിപത്യമാണ്. RSSൻ്റെ പ്രാകൃതമായ തത്വശാസ്ത്രം ഇന്ത്യ മുഴുവൻ മുറുകിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സർക്കാർ തന്നെ ഈ പ്രാകൃതമായ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ സമസ്ത മേഖലകളിലും അരക്കെട്ടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും കേരളത്തിലും ആസാമിലും പോണ്ടിച്ചേരിയിലൊക്കെ നടക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജിക്കൽ എനിമി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യനെ ചേർത്ത് പിടിക്കുക, മാനവികതയെ ചേർത്ത് പിടിക്കുക. മനുഷ്യനെ ജാതിയും മത നിറം വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായി മാനവികതയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യനെ ചേർത്ത് പിടിക്കലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ. അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുമൊക്കെ മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സമസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ രാഷ്ട്രീയ ദർശനം തന്നെ ഈ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഫാസിസത്തിനെ നേരിടുക എന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കപ്പെടുന്നത്. അത്യുജ്വലമായൊരു പോരാട്ടമായിരിക്കും ഈ സംഘപരിവാർ ശക്തികളുടെ ആദർശത്തിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശകമായിട്ട് നടത്തിയിട്ടുള്ള സമസ്ത മേഖലകളിലുമുള്ള വികസന പ്രക്രിയ കേരളത്തിലെ ജനതയുടെ മുന്നിൽ വളരെയധികം സ്പഷ്ടമായിട്ട് നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളും അനുകൂലമായ അഭിപ്രായങ്ങളൊക്കെ കേരളത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ 4-5 വർഷങ്ങളായി. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളത് എല്ലാ കാര്യത്തിനെയും നിഷേധിച്ചിട്ടൊരു കാര്യമില്ല. മനുഷ്യനാകുമ്പോഴോ അല്ലെങ്കിൽ പ്രസ്ഥാനമാകുമ്പോഴോ മറ്റൊരു മനുഷ്യൻ്റെ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഗുണാത്മകതയെയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്, ദോഷവശത്തിലെയല്ല. അപ്പോൾ ആ ദോഷം കാണാതെ ഗുണത്തിനെ മാത്രം നമ്മൾ കാണുമ്പോൾ ദോഷമില്ലാത്തൊരു മനുഷ്യനുമില്ല, ഒരു പ്രസ്ഥാനം ഉണ്ടാവില്ല. അപ്പോൾ ആ ഗുണങ്ങളെ ഏറ്റുപിടിക്കുക. കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുള്ള വികസനം, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഗതാഗത രംഗത്ത്, അങ്ങനെ സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുള്ള വികസനം നമ്മുടെ മുന്നിൽ സ്പഷ്ടമായിട്ട് നിലനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ മണ്ഡലത്തിലല്ല, എല്ലാ മണ്ഡലത്തിലും. അപ്പോൾ അത്തരത്തിൽ എല്ലാ മേഖലയിലുള്ള വികസന പ്രക്രിയയ്ക്ക് നാന്ദി കുറിക്കാനുള്ള ഒരു ചാലക ശക്തിയാവാൻ ഒരു നിശ്ചയദാർഢ്യം വേണം, ലക്ഷ്യബോധം വേണം, ഭാവനാസമ്പന്നത വേണം. നേതൃത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ചും ഏത് പാർട്ടിയുടെ ആയാലും ഭാവനാസമ്പന്നതായിരിക്കും, നിശ്ചയദാർഢ്യം ഉണ്ടാവണം, ലക്ഷ്യബോധം ഉണ്ടാവണം. ഇടതുപക്ഷത്തിന് അത് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ നിശ്ചയദാർഢ്യം ലക്ഷ്യബോധം ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര വലിയ വികസന പ്രക്രിയകൾ നടന്നിട്ടുള്ളത്. 57 മുതൽ വ്യത്യസ്ത സർക്കാരുകൾ കേരളത്തിൽ അധികാരത്തിൽ നിന്നിട്ടുണ്ട്. വ്യത്യസ്ത സർക്കാരുകൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം 10 വർഷമായി ഇത്രമാത്രം സമസ്ത മേഖലകളിൽ നടന്നിട്ടുള്ള വികസന പ്രക്രിയ ഞാൻ ഓരോന്നും എണ്ണി പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നത് അത് ഏറ്റവും ഗുണാത്മകതയാണ്. അത് ചെയ്യാനുള്ള കാരണം ഈ മനുഷ്യൻ്റെ ചേർത്ത് പിടിക്കലും വികസന പ്രക്രിയ എന്ന് പറഞ്ഞാൽ മാർക്സിസം പറയുന്നത് വികസനം മനുഷ്യന് വേണ്ടിയിട്ടാകണം, അല്ലാതെ മനുഷ്യൻ വികസനത്തിന് വേണ്ടിയിട്ടാകരുത്. വികസനം മനുഷ്യന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ദർശനമാണ് ഇതിന് മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ തിരുരങ്ങാടി പോലെയുള്ള മണ്ഡലത്തിലും ഒരുപാട് കാലങ്ങളായി ഇപ്പോൾ ഇടതുപക്ഷം മത്സരിക്കുന്നു. ഇടതുപക്ഷത്തിന് CPIക്കാണ് ഈ സീറ്റ്. അപ്പോൾ CPI ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റുമുട്ടുന്നതും ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എന്ന് കേരളത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം വളരെ ജീർണിച്ചൊരു രാഷ്ട്രീയമാണ്. കോൺഗ്രസ് അനുവർത്തിക്കുന്ന രാഷ്ട്രീയം അവരുടെ ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ആദർശപരമായ സംഘടനകളല്ല, ആ പാർട്ടിക്കുള്ളിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ഈഗോൻ്റെ പേരിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കോൺഗ്രസിൻ്റെ പഴയ കാലഘട്ടത്തിലെ ആ സ്വഭാവമുണ്ട്. ആശയപരമായ അഭിപ്രായ വ്യത്യാസമൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാം. പക്ഷേ എല്ലാം ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങണം, ഞാനാണെന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയം ഒരു ജനതയും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും അധികം സംഘപരിവാറിൻ്റെ
ശത്രുതയിൽ നിൽക്കുന്ന ഒരു വിഭാഗം മുസ്ലിം ജനവിഭാഗം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഊതിയുറപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും വലിയ ഒരു വാദകോലാഹലങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ സംഘപരിവാർ അതിൻ്റെ ഇരട്ടിയായി ശക്തി ആർജിക്കും. സംഘപരിവാറിന് എപ്പോഴും ആവശ്യം ഈ ന്യൂനപക്ഷ എക്സ്ട്രീമിസം, ന്യൂനപക്ഷ വർഗീയത വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. മുസ്ലിം ലീഗിന് ഒരു പാരമ്പര്യമുണ്ട്, ഒരു മതേതര പാരമ്പര്യമുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വളർന്നു വരുന്നത് ആരോഗ്യകരമല്ല. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം അടുത്ത കാലത്തായിട്ട് ചെറിയ ചെറിയ പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. മതമാണ് പ്രശ്നം മതമല്ല പ്രശ്നം എന്നാണ് ദേശീയ പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പണ്ഡിത ശിരോമണികളായിട്ടുള്ള മുസ്ലിം മത നേതാക്കന്മാർ മൗലാന അബ്ദുൽ കലാം ആസാദിനൊക്കെ മാത്രം നോക്കിയാൽ മതി. എന്തൊരു മഹാനായ പണ്ഡിത ശിരോമണിയായിരുന്നു മുസ്ലിം വിഭാഗത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ജനതയാണ് ഇവർ, മതേതരത്വമാണ് നമ്മളോട്. മുസ്ലിം ലീഗ് ആവർത്തിക്കേണ്ടത് മതേതരത്വത്തിനെയാണ്. അല്ലാണ്ട് ഈ ന്യൂനപക്ഷ വർഗീയതയോ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തിൻ്റെ വക്താക്കൾ പറയുന്ന ആശയങ്ങൾക്ക് വശപ്പെടാതെ മതേതര സ്വഭാവം മുൻനിർത്തി പോവുകയാണ് വേണ്ടത്. RSSന്റെ എപ്പോഴും ലക്ഷ്യം ഈ ശത്രുവിനെ ഉണ്ടാക്കുകയാണ്. അവരുടെ പ്രഥമ ശത്രു ഒരു ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുണ്ട്: മുസൽമാൻ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് 3 ശത്രുക്കൾ. അപ്പോൾ അതിനെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ശത്രുവില്ലാതെ ഫാസിസ്റ്റുകൾക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ വായയിൽ ചെന്ന് ചാടാൻ പാടില്ല. ഇന്ത്യയിൽ പ്രതികരിക്കണം. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് നമ്മളെന്തിനാ പറയുന്നത്? പറയണം. അത് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണത്. അത് കേരളത്തിലെ ആൾക്കാർ പ്രവാസികളായിട്ടാണ് നിന്നതുകൊണ്ട് മാത്രമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്. അതൊക്കെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലും. അപ്പോൾ ഇടതുപക്ഷത്തിനെ കാണുന്ന രാഷ്ട്രീയമായിട്ടാണ്, സാമൂഹികപരമായിട്ടൊരു മുന്നേറ്റമായിട്ടാണ്. അപ്പോൾ തിരുവങ്ങാടി മേഖലയിൽ ഇവിടുത്തെ റോഡുകളുടെ വികസനം ദ്രുതഗതിയിൽ നടക്കുന്നില്ല. ചെമ്മാട് പട്ടണത്തിലെ ഗതാഗതത്തിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് വികസിപ്പിക്കണമെന്നൊക്കെയാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. പിന്നെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് തിരുവങ്ങാടി. കായലും പുഴയും കടലും ഒക്കെ ചേർന്നിട്ടുള്ള അതിമനോഹരമായ ഭൂപ്രദേശം. അപ്പോൾ അതിനെയൊക്കെ വളരെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വികസിപ്പിക്കാനൊക്കെ സാധിക്കും, നിശ്ചയദാർഢ്യം, ഭവനാസമ്പന്നതയും ജനപങ്കാളിത്തവും ഉണ്ടെങ്കിലൊക്കെ. നമ്മൾ ശരിക്കും ഈ കേരളത്തിലെ എന്താ പറയുക, നോളജ് ഇക്കോണമിയാണ് കേരളത്തിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഘടകം. നോളജ് ഇക്കോണമി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാർവത്രികമായ വികസനം നടക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ തനതായ രീതിയിൽ നിലനിൽക്കാൻ സാമ്പത്തിക വിദഗ്ധന്മാരുടെ അഭിപ്രായം, ശിവീരപന്യയുടെ സാമ്പത്തിക വിദഗ്ധന്മാർ, അല്ലാതെ പണ്ഡിതന്മാരെ ഞാൻ പറയുന്നത്. അമർത്യാസൻ അടക്കം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. കേരള ക്യാൻ സർവൈവ് വിത്ത് ടൂറിസം ആൻഡ് ഫിഷിംഗ് ഏരിയാസ്. ഈ 2 കാര്യം മതി കേരളത്തിൽ നിലനിൽക്കുക. ടൂറിസം. അപ്പോൾ അതിനെ ഫലവത്തായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് പക്ഷേ ഇത്ര കാലമായിട്ട് നമ്മൾ ഇപ്പം എന്താ ഇന്ത്യയിലുണ്ടാകുന്ന പ്രശ്നം, കേരളത്തിൽ അത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കിടക്കാണ് മതം രാഷ്ട്രീയമാകുന്നു. രാഷ്ട്രീയ മതം പാടില്ല. അത് രണ്ടാണെന്ന് ഇന്ത്യയിൽ ആദ്യം പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിയുടെ വരവോടുകൂടിയിട്ടാണ് ഇന്ത്യയിൽ മതത്തിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയത്. ബാലഗംഗാധര തിലകൻ രണ്ടിനെ ഒന്നിച്ചു കൊണ്ടുപോയിരുന്നു. ഗാന്ധിയാണ് അതിനെ മാറ്റി നിർത്തിയത്. നമ്മൾ കൂടുതൽ ഗഹനമായി ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. അപ്പോൾ ആ ഒരു മുദ്രാവാക്യം പറയുന്നത് നെഹ്റു അത് പറഞ്ഞു, ഇടതുപക്ഷമാണ് പറയുന്നത് മതവും രണ്ടാണ്. നമ്മൾ കൂടിക്കലർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനതയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ്. അലി മുസ്ലിയാരുടെ മണ്ണാണ്. വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം പങ്കെടുത്ത മണ്ണാണ്. ആ ഒരു പൈതൃകം ഇവിടുത്തെ ദേശാഭിമാനം പോകുന്ന പൈതൃകം അലങ്കരിക്കുന്ന ജനതയ്ക്കുണ്ട്. അപ്പോൾ ജനതയുടെ ജീവിതം വികസിക്കണമെങ്കിൽ സർവതോമുഖമായ വികസനമാണ്. വികസനത്തിന് എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം, സമാധാനം വേണം, സഹവർത്തിത്വം വേണം, സഹിഷ്ണുത വേണം. ഈ 4 എണ്ണുണ്ടെങ്കിലേ വികസനമുള്ളൂ. അതാണ് ഈ വികസനത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു മതവർഗീയ ലഹള ഉണ്ടായിട്ടില്ല. എല്ലാം മതേതരത്വത്തിൻ്റെ രീതിയിലല്ല. പിന്നെ കേരള ജനത ആരായാലും ഒരു കൂട്ടായ്മയിൽ എന്താ പറയുക, ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവർ, അത് എല്ലാ ജാതി മത വിഭാഗങ്ങളും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം. മാറ്റം ഉണ്ടാകും. മാറ്റം എവിടെയും ഉണ്ടാകാം. മാറ്റം പെടാൻ പറ്റാത്തൊരു മണ്ഡലമൊന്നുമല്ല തിരുവങ്ങാടി. അത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പല മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽ മാറി. ഒന്നും ബാലികേറാൻ വേണ്ടിയൊന്നുമല്ല.
ഇത് ജനതയുടെ ചിന്താഗതിയെ പുരോഗമനപരമായ രീതിയിൽ മാറ്റിമറിക്കുന്ന ആദർശപരമായ പോരാട്ടവും സംഘടനാപരമായ പോരാട്ടവും ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ മാറ്റം സുനിശ്ചിതം. അതുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ബഹുമാന്യനായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാൻ ജയിച്ചിട്ടുണ്ട്. ആ ഭൂരിപക്ഷം കുറച്ച് വന്നു. നിയാസ് 2 പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഇപ്പോൾ അതൊന്നും അത്ര വലിയൊരു ഭൂരിപക്ഷത്തിലല്ല നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാഹോദര്യവും സഹവർത്തിത്വവും ഈ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനജീവിതത്തിൻ്റെ സുരക്ഷിതത്വ ബോധം അവരുണ്ടായ കൂടുതൽ എത്രയോ മേഖലകളിൽ മുന്നോട്ട് പോകാനുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിജയിക്കുന്ന ഉറപ്പാണ്. ആ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് മുന്നേറുന്നത്. അതുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ ചരിത്രപ്രസിദ്ധമായ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് വളരെയധികം നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടതുപക്ഷ പ്രസ്ഥാനം വിശ്വസിക്കുന്നു. ഇതാണ് ഈ ആമുഖമായിട്ട് പറയാനുള്ളത്. വേണ്ടത്ര വിജയിക്കുന്നില്ല എന്ന് വേറെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഇന്ത്യയിലായാലും ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ ഇടയിലേക്ക് സാമുദായിക മത തീവ്രവാദ ചിന്തകൾ അരക്കെട്ടുറപ്പിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട അതിന്. പിന്നെ ഒരു നൈതികത എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു. അതിൻ്റെ അസ്വാരസ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. നൈതികത ഇപ്പോൾ സി സി മുകുന്ദൻ കാലം മാറി. അതുമാതിരി രാജേന്ദ്രൻ, അജിത്ത് വൈക്കത്തില്. അതെന്ത് ഇത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് എന്താണ് മാർക്സിസം, എന്താണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കാതെ ഉള്ളതിൻ്റെ പരിണിതഫലമാണ്. ഇപ്പം എന്തിനായിട്ട് പരലോകമായിട്ട് പറയേണ്ടത് പാർട്ടി ക്ലാസ്സുകൾ വേണം, പാർട്ടിയെ ദാർശനികമായിട്ട് വൽക്കരിക്കണം. അപ്പം തന്നെ ഞാനും അനുവേക്കും കൂടെ 2 ദിവസം കൂടെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജി സുധാകരൻ മാറും. എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ അവനവൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയാണ് രാഷ്ട്രീയം. ആകാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഏവർക്കും ഉണ്ടാവുക. നൈതികത ഉയർത്തിപ്പിടിക്കണം. ഏത് പാർട്ടിയിലും നൈതികത നഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യം എന്ന് പറയുന്നത്. കോടാനുകോടി രൂപ നൽകിയിട്ട് ഓരോരുത്തരെയും വിലക്കി വാങ്ങുക. കൊടുത്തു അല്ല എനിക്കറിയില്ല, പക്ഷെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുത്തുക ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ബേസിക്കലി ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാണ്. എന്നിട്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പാർട്ടി അത് തന്നില്ല, എനിക്ക് പാർട്ടി ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബാലിശമാണ്. ഇപ്പൊ കുറേശ്ശൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു ഭയങ്കര ദാർശനികമായ ഒരു പ്രതിബദ്ധത വേണ്ട. ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസിൽ നോക്കുകയാണെങ്കിൽ അതൊന്നും ഉപേക്ഷിച്ചിട്ട് കാലത്തിന് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ സൈദ്ധാന്തികമായ പാർട്ടി ക്ലാസുകൾ വേണം നിർബന്ധം കുറവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല അതൊന്ന് എന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുക. പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാരൊക്കെ പുരുഷന്മാര് മതമൗലികവാദ സംഘടനകൾ പൊളിറ്റിക്സിൽ പ്രഷർ ഗ്രൂപ്പ്സ് എന്ന സാധനം അവരാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പ്രഷർ ഗ്രൂപ്പ്സ് വല്ലാത്തൊരു ഫ്രഞ്ച് ഗ്രൂപ്പ് നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആശുപത്രി നോക്കൂ, നിങ്ങൾക്കറിയാം, അതും കൂടി മുഴുവൻ എല്ലാ കേരളത്തിലെ പ്രഗത്ഭമായ ആശുപത്രി മുഴുവൻ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പുമായി കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എലോൺ മസ്ക് എന്നല്ല, ഏറ്റവും വലിയ കോടീശ്വരൻ അദ്ദേഹമാണ്. അണിയറയ്ക്ക് പിന്നിലാണ് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ്. കണക്ക് പറയുന്നത് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് $8 ട്രില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത്. $8 ട്രില്യൺ ഇന്ത്യൻ എക്കോണമിക്ക്. അപ്പോൾ അത് ഇപ്പം ആ ആശുപത്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ രോഗം വന്ന് അവിടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന മരുന്ന് കഴിക്കണം, ഇത്ര ഇൻഷുറൻസ് വേണം, ഇത്ര പ്രീമിയം, അങ്ങനെയൊക്കെ ഭീകരമായ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ മൂലധന ശക്തികൾ സമഗ്രമായ അപ്പം അതിൻ്റെയൊക്കെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടും അങ്ങനത്തെ ശക്തികളുണ്ട്. സമൂഹം എന്ന് പറയുന്നത് ബേസിക്കലി സെക്യുലർ സമൂഹം, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും 100-101% മലപ്പുറം ജില്ല മതേതരത്വത്തിൻ്റെ ജില്ലയാണ്. ഇവിടെ വർഗീയ ചിന്തകൾക്ക് സ്ഥാനമില്ല മലപ്പുറം ജില്ലയിൽ. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വർഗലാഭം അങ്ങനത്തെ ഒരു ജില്ലയിൽ ഇന്ത്യയിൽ മാത്രമല്ല ഏത് ഇന്ത്യൻ പോപ്പുലേഷൻ പക്ഷെ അവരുടെ സിദ്ധാന്തം, അവരുടെ ആശയം വളരെയധികം മതതീവ്രവാദത്തിൻ്റെ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആശയം അത് RSS അത് കിട്ടാൻ വേണ്ടി കാത്തിട്ടാണ്. അത് അവർക്ക് RSSന്റെ ഭീകരത മനസ്സിലാക്കാനായിട്ടാണ്, മനസ്സിലാവുന്നവരാണ് അവരൊക്കെ. അവർ നല്ല പണ്ഡിതന്മാരൊക്കെ ഉണ്ടത്.
RSS എന്ന് പറയുന്ന ഭയാനകമായ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ ന്യൂനപക്ഷ വർഗീയവാദം കൊണ്ടുവരുന്നതാണ് അപകടം. അതുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ശരി, അതിനെ എതിർക്കണം. ജമാഅത്തെ ഇസ്ലാമി എതിർത്തത് കൊണ്ടത് മുസ്ലിങ്ങളെ എതിർക്കണമെന്നുള്ള ധാരണ, അങ്ങനത്തെ ഒരു സ്റ്റോറിയെ പാടില്ല. ഇടതുപക്ഷം എപ്പോഴും മുസ്ലിങ്ങളുടെ ഒപ്പമാണ്, ക്രിസ്ത്യാനികളുടെ ഒപ്പമാണ്, ന്യൂനപക്ഷത്തിൻ്റെ ഒപ്പമാണ്, മതേതര ജനവിഭാഗത്തിൻ്റെ ഒപ്പമാണ്. RSSനെ എതിർക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളെ എതിർക്കാന്ന് പറയാൻ പറ്റും. RSSന് ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്, അവരെ ശക്തമായി എതിർക്കുക. അതുകൊണ്ട് ഹിന്ദു മതത്തിൻ്റെ അല്ലല്ലോ എതിർക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി എതിർക്കപ്പെടണം. അത് മുസ്ലിം ജനസാമാന്യത്തിനെതിരല്ല, അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ല. അതാണ് ഇടതുപക്ഷ പൊളിറ്റിക്സ്. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളോട് വെള്ളാപ്പള്ളി പിന്നെ പിണറായി ഇന്നലെയും കൂടി പറഞ്ഞില്ലേ, വെള്ളാപ്പള്ളിയുടെ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. വിനാവശ്യം അന്നേ പറഞ്ഞു, ഗോവിന്ദ മാഷ് പറഞ്ഞു, അവരെ സപ്പോർട്ട് പറഞ്ഞില്ല. അന്ന് ഇടതുപക്ഷം അതിനെ പിന്താങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ വ്യക്തിപരമായ പാർട്ടിയുടെ നയം നോക്കൂ. CPIയുടെയും CPMന്റെയും അവരുടെ പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങൾ എടുക്കുന്ന തീരുമാനം, പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം, വർഗീയ ശക്തികൾക്ക് നിലപാട് കൊടുക്കുക, സാമുദായിക ശക്തികളുടെ അമിതമായ സമ്മർദ്ദത്തിന് വഴിപ്പെടാതിരിക്കുക. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുക, ഒരു നേതാവ് മാത്രമല്ല. അത് CPMന്റെ സ്റ്റേറ്റ് കൗൺസിൽ കൂടുമ്പോൾ അത് അവരുടെ ചർച്ച ചെയ്യും. നമ്മളീ പുറമേ ഇപ്പം ഞാനൊരു കാര്യം പറയുന്നു കൂടെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ട് CM അത് അപ്പം തന്നെ തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, പിന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടോ ഞാൻ എവിടെ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അതായിരിക്കാം, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞിട്ടുണ്ടോ? CPM പറഞ്ഞില്ലേ, CPI സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അത് അതേ തീവ്രപരമായിട്ട് ചിന്തിക്കുന്ന സാമുദായികത. അല്ലാണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത സംഘടനകളുണ്ടാകാം, പ്രസ്ഥാനങ്ങളുണ്ടാവാം. അവരൊക്കെ മനുഷ്യന്മാരാണ്. അവർ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷം സഹായിക്കുന്നവർ യാതൊരുവിധ മതവിഭാഗത്തിൻ്റെതായാലും അതിന് ഡിറ്റർമിൻഡായിട്ടൊരു പ്രഷർ കൊടുത്താൽ MLAക്ക് അതിൽ പങ്കുവഹിക്കാനുണ്ട്. ഏത് MLA ആണെങ്കിലും ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും ഗവൺമെൻറ്റിനെ കൊണ്ട് ആ പ്രവർത്തന പുറത്തിറങ്ങിക്കാനും ഒരു നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളും നേതൃത്വം തയ്യാറായാൽ ഏത് കാര്യം നടക്കാത്ത കാര്യമൊന്നും ലോകത്തിലില്ലല്ലോ. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം നടക്കാൻ, മോശം കാര്യം നല്ല കാര്യം നടത്താൻ ശ്രമിക്കുക. സയൻസ് മാർഗമൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഇന്നത്തെ തലമുറയെ അന്ധവിശ്വാസ ജടിലമായ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ നഗ്നനായ സാമയുടെ മുന്നിൽ പോയിട്ട് രാഷ്ട്രീയ എന്തിരാജ് ഏത് ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്? ഇതൊരു പുരാണം പോലത്തെ കാര്യങ്ങളല്ല ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് നയിക്കണം. അതിനിതൊക്കെ വേണം. അതിനെല്ലാവരും കൂടി ശ്രമിക്കണം. അതിന് ലീഡർഷിപ്പ് ഇടതുപക്ഷം തീർച്ചയായിട്ടും അത് ചെയ്യും. സയൻസ് പാർക്കിന് ഏകദേശം എന്നൊക്കെ പറഞ്ഞ് ജന്മജനാധിപത്യത്തെ കുറച്ചൊക്കെ അങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവും ഓരോരുത്തും. പക്ഷേ ഇടതുപക്ഷ പ്രതിനിധി ജയിച്ചു വരികയാണെങ്കിൽ, ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു മാറ്റം ഉണ്ടാവും. നേരെ മറിച്ചുകൊണ്ടാവാൻ ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ, ജനങ്ങളല്ലേ തീരുമാനിക്കുക. പക്ഷെ ആ ജനാധിപത്യ പ്രക്രിയയിൽ എന്നാലും പ്രതിപക്ഷ MLAമാർ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് വികസനങ്ങൾ നടന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ എത്രയുണ്ട്. അപ്പം അതിനാണ് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ നടക്കുന്നേ ഉള്ളൂ. നമുക്ക് നടത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നടക്കും. അത് ഉറപ്പാണ്. നാമമാത്രമായിട്ടുള്ള സംഖ്യയാണ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നൊരു സമ്പ്രദായം കൊണ്ടുവരണം. ജനങ്ങളെ എല്ലായിടത്തും ജനം തന്നെ രാഷ്ട്രീയം വെച്ചൊരു പാടില്ല. കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ടും കുറേ പ്രസംഗിക്കണ്ട കഴിഞ്ഞ 3-2 മാസം ഇലക്ഷൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും പൊതുജനം എപ്പോഴും എന്താ പറയുക, പണ്ട് മുതലേയുള്ളൊരു സ്വഭാവമാണ് ഈ മനുഷ്യൻ്റെ. ഏത് കാലഘട്ടം, പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ള കാലഘട്ടം, മഹാഭാരതത്തിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, എല്ലാ യുദ്ധമൊക്കെ കഴിഞ്ഞ അവസാനം 5 ആൾക്കാർ മാത്രം ബാക്കിയാവും. 5, 3, 6 ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഭാര്യ പാഞ്ചാലി. വാനപ്രസ്ഥത്തിന് പോവാണ് എല്ലാം കഴിഞ്ഞത്. വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയിട്ട് ഭരിക്കാൻ യോഗം ഉണ്ടായില്ല. അവിടെ പോകുമ്പോൾ ധർമ്മപുത്രർ മുന്നെന്ന് പറയും, ശബ്ദം കേട്ടാൽ ആരും തിരിഞ്ഞു കണ്ടാണ്. ആദ്യത്തെ ശബ്ദം ഒരാൾ വീഴുക, പാഞ്ചാലി മരിച്ചു വീണു. നകുലൻ മരിച്ചു, സഹദേവൻ മരിച്ചു, അർജുനൻ മരിച്ചു, ഭീമൻ മരിച്ചു. അവസാനം ധർമ്മപുത്രരോട് നായി മാത്രം ബാക്കി. അപ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ധർമ്മപുത്രർ പോരാ ഈ പട്ടീനെയും കൊണ്ടുപോകും. അപ്പോൾ 2 ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറഞ്ഞാൽ കൊണ്ടുപോകാൻ. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. വ്യാസൻ എഴുതി വെച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? വ്യാസൻ ഒരാളോ 100 ആളാണൊക്കെ ഇപ്പോൾ തർക്കമാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചപ്പോൾ ധർമ്മപുത്രർ കൊടുക്കുന്ന മറുപടിയാണ്, ലോകത്തിലെ എല്ലാ ചരാചരങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ എന്നാലും മനുഷ്യൻ്റെ നേരം മനുഷ്യൻ മാത്രം. ഇതിപ്പോൾ നോക്കിയാലും കാണാം. നമ്മൾ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ
നമ്മുടെ നേരം നമ്മൾക്ക് വരിക്കില്ല, ആ മരിച്ച ആൾക്ക് മാത്രമേ. പലരുടെയും അവരുടെ സംസാര സ്വഭാവമൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം. രണ്ടാമത്തെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മപുത്ര പറയുക, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ദോഷം മാത്രം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? നല്ലത് കാണണ്ടേ നമ്മൾ? പോസിറ്റീവായിട്ട് കാണുമ്പോൾ നമുക്കത് ദോഷം കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂടുതൽ ഗുണാത്മകമായ കാര്യങ്ങൾക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വെറുതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഭരണവിരുദ്ധ മികച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിലായാലും CPIയുടെ സംസ്ഥാന കൗൺസിലിലായാലും ഗഹനമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയപ്പോൾ പല എല്ലാ ജില്ലകളിൽ നിന്നും മണ്ഡലത്തൊക്കെ ഉള്ള പാർട്ടി നേതാക്കന്മാരെല്ലാം അവിടെയും എവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ജനങ്ങൾക്ക് ഉണ്ടെങ്കിലും പക്ഷെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നില്ല. പൊതുജന തീരുമാനിക്കണം. എല്ലാ മാധ്യമം വെച്ചാൽ നിങ്ങളിൽ എവിടെയും മാധ്യമത്തിനെ നിയന്ത്രിക്കുന്നവരെ പറയും. അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും, മൂലധന ശക്തികൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും, അവരുണ്ടാക്കുന്നൊരു നരേഷനാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വശങ്ങളിലേക്ക് കിടക്കുന്നില്ല. സത്യമായിട്ട് പറയട്ടെ, ഇപ്പോൾ റോഡിൻ്റെ വികസനം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും, പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റും, ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റും, ആരോഗ്യരംഗത്ത് ചില അപാകതകളുണ്ടെങ്കിലും വലിയ താലൂക്ക് ആശുപത്രികളും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനും ഉണ്ടായിട്ടുള്ള വികസനത്തിന് കാണാതിരിക്കാൻ പറ്റും. നമുക്ക് യു ഹാവ് ടു കോൾ ദ സ്പേഡ് എ സ്പേഡ്. അത് സത്യമെന്ന് പറയണം. ദോഷം ഉണ്ടെങ്കിൽ ദോഷം പറഞ്ഞോളൂ, സത്യസന്ധമായ ദോഷം പറഞ്ഞു, എല്ലാറ്റിനെയും ദോഷവൽക്കരിക്കരുത്. പണ്ട് ഹിറ്റ്ലർ ഭരിച്ചത് മുഴുവൻ നുണയെ സത്യമാക്കിയിട്ടുണ്ട്. ഒരു നുണ പറഞ്ഞാൽ 100 പ്രാവശ്യം പറഞ്ഞാൽ സത്യമെന്നാണ് ഗീബൽസിയൻ തന്ത്രം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നല്ല വായിക്കുന്ന ആളാണ്, വലിയ നോളജുള്ള ആളാണ്, പക്ഷെ അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല എന്നാണ്. ഞാൻ വളരെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിന്, എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈസ് എ വെൽ റെഡ് മാൻ. പക്ഷെ എന്താണ് അങ്ങനെ പറയുന്നത്? പക്ഷേ പൊളിറ്റിക്കലായിരിക്കാം, പക്ഷെ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ സത്യമായിട്ടുണ്ട്. ദോഷം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണ്ട് ദോഷം നിന്റെ ദോഷം ചെയ്തു പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താ ആണ് എൻ്റെ അഭിപ്രായം. മുന്നണിയിലുണ്ട്, ഏത് കേരളം എത്ര മുന്നണിയിൽ ഭരിച്ചിട്ടുണ്ട്. അഭിപ്രായം മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഞാനടക്കമുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ചില കാര്യങ്ങൾ വിമർശനം നടത്താറുണ്ട്. പാർട്ടിക്കകത്ത് പുറത്തു പറയില്ല, പാർട്ടിക്കകത്ത് അതൊക്കെ എല്ലാവർക്കും. ഒരു മുന്നണി ഭരണം എന്ന് പറയുമ്പോൾ 100% തൃപ്തിയോ 100% അതற்கு അങ്ങനെയല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് അഭിപ്രായ വ്യത്യാസം പറയാറുണ്ട് പല കാര്യങ്ങൾ. അത് പിന്നെ യോജിപ്പിച്ച് മുഖ്യമന്ത്രി കൊണ്ടുപോകും ലീഡർ എന്നുള്ള രീതിയിൽ. അതൃപ്തിയുടെ ഒരു വിഷയമില്ല അവിടെ. പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഹയർ ലെവൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഒരുപാട് ലോകത്തിൽ ഒരുപാട് നമ്മളെ അറിയപ്പെടാത്ത നമ്മളെ പഠിക്കുന്ന കാലത്തിനേക്കാൾ 10,000 ഇരട്ടി വികസിച്ച ലോകത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ. അപ്പം അതിനൊരു പദ്ധതി ഉണ്ടാക്കണം. ഈ ടൂറിസം മേഖലയെ കുറിച്ച്, ആരോഗ്യരംഗത്തിനെ കൂടുതൽ വികസന മേഖലയിലേക്ക്, ഗതാഗത സൗകര്യത്തിൻ്റെ അത് കൂടുതൽ, അതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യണം. ചെമ്പാട് മിനിഞ്ഞാന്ന് ഞാൻ തന്നെ, നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഉണ്ടാവും, ഞാൻ തന്നെ ഒരു 1.5 മണിക്കൂർ ക്ലാസ് വരും. അപ്പോൾ ഭീകരമാണത് പ്രശ്നം. കാരണം അതപ്പോൾ തന്നെ ജനസംഖ്യ വർദ്ധിക്കുന്നു, വാഹനത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, റോഡിൻ്റെ വീതി അനുസരിച്ച് കുറഞ്ഞതാണ് പല ഭാഗത്തും. ഇന്ന് മലപ്പുറത്തും കണ്ടെത്താൻ തന്നെ ഒരു 1.5 മണിക്കൂർ. അപ്പോൾ അത് ഗഹനമായി പഠിച്ചുകൊണ്ട് അതിൻ്റെ വിദഗ്ധന്മാരെയൊക്കെ സമീപിച്ചുകൊണ്ട് വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കി ആ ചെമ്മാട് പ്രദേശത്ത് ഗതാഗത കുരുക്കഴിക്കാത്ത സംവിധാനങ്ങൾ. അദ്ദേഹം 3-4 കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ടൂറിസം അതിപ്രമുഖമായൊരു വിഷയം. ഇപ്പോൾ പൊന്നാനിയിൽ അതിൻ്റെ ചെറിയ പരിപാടികളൊക്കെ കർമ്മ റോഡ്, അതൊന്നും പോരാ. ഇനിയും കർമ്മ റോഡ് വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അവിടെ ഹാർബർ വരുന്നുണ്ട്, തൂക്കുപാലത്തിൻ്റെ പ്രോജക്റ്റ് വരുന്നുണ്ട്. കാലക്രമേണ ഇവിടെ അതേ കടലോര പ്രദേശം എത്ര മനോഹരമാണ്. ഈ എന്താ പറയുക, കായൽ പ്രദേശം ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റും. വൈദഗ്ധന്മാരെ സമീപിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് അതിന് ഇടതുപക്ഷം മുൻകൈ നടത്തുക. ഇപ്പോൾ പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. കേരളം സ്നേഹിക്കുന്നു, പത്രങ്ങളിൽ എഴുതുന്നു, 3 പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റാണ്. CPI സംബന്ധിച്ച് നമ്മളനുസരിക്കാതെ എനിക്ക് എന്നെ വേണമെന്ന് പറയും. ഞാനൊന്നാമത് ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പം അത് തന്നെ കാണിക്കുന്നത് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് മറ്റേ ഇതാണ് ഇന്റലക്ച്വൽ ഏരിയാസ്. അപ്പോൾ പാർട്ടി പറഞ്ഞു പ്രാവശ്യം മത്സരിക്കാൻ ഞാൻ മത്സരിച്ചു. പാർട്ടി വേറെ സീറ്റ് കഴിഞ്ഞ് അവിടെ നിൽക്കും. ഞാനായിട്ട് ചോദിക്കുന്ന ആവശ്യമില്ല. തൃശ്ശൂർ ആലങ്കോട് മത്സരിക്കുന്നത് കുറച്ചും കൂടി CPI സംബന്ധിച്ച് സാധ്യത പാർട്ടിയുടെ കാഴ്ചപ്പാട്
അജിത് കൊള്ളാടി പൊന്നാനിക്കാരനാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ മത്സരിക്കണം. ഇലാഷൻ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വലിയ പ്രതിഭയല്ലേ കേരളത്തിൽ. അപ്പോൾ തൃശ്ശൂർ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുണ്ട് സാഹിത്യ രംഗത്തുള്ള. അപ്പോൾ അവിടെ നിർത്തിയത് മാത്രം പൊന്നാനിക്കാരനാണ് എന്നുള്ള ഒരു ഇതല്ലല്ലോ. പൊന്നാനിന്നാണ് 3 സ്ഥാനാർത്ഥികൾ പൊന്നാനി നടന്നത്. സക്കീർ, ഇലാഷൻ, ഞങ്ങൾ 3 പേരും ഒരേ കോളേജ് പഠിച്ചവരാണ്. MES കോളേജ് പൊന്നാനി. നമ്മുടെ പ്രൊഫസർ നമ്മുടെ ശിഷ്യന്മാരാണ്.